കേരള സർവകലാശാല ഒപ്റ്റോ ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥികൾ നിർമ്മിച്ച പോപ്ടോയ് റോബോട്ട് വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കുമിടയിൽ താരമായി മാറിയിരിക്കുകയാണ്. ഈ പോപ്ടോയ് റോബോട്ടിന്റെ വിശേഷങ്ങൾ അറിയാം. പ്രിന്റിംഗിന്റെ സഹായത്തോടു കൂടി പോപ്പി എന്ന റോബോട്ടിന്റെ മാതൃകയിലാണ് പോപ്ടോ വിദ്യാർത്ഥികൾ രൂപപ്പെടുത്തിയത്. ഇലക്ട്രോണിക്സിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും മെക്കാനിക്സിന്റെയും പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ചാണ് ഈ ആശയം കേരള സർവകലാശാലയിലെ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് വിഭാഗം പരിപൂർണതയിൽ എത്തിച്ചത്. അൾട്രാസോണിക് സെൻസറിന്റെ സഹായത്തോടെ മുന്നിലുള്ള വ്യക്തികളെയും വസ്തുക്കളെയും സ്വയം മനസ്സിലാക്കി പോപ്ടോ റോബോട്ട് സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് മേധാവി പ്രൊഫസർ സാം സോളമന്റെ നേതൃത്വത്തിൽ ഗവേഷക വിദ്യാർത്ഥിനി അനശ്വര കൃഷ്ണയും എംടെം വിദ്യാർത്ഥികളായ രാമകൃഷ്ണൻ, ആദിത്യ, പൗർണമി, ആരതി അക്ഷയ്, അഖിൽ, ജിനോഷ്, ശരത് എന്നിവർ അടങ്ങുന്ന സംഘം 15 ദിവസം കൊണ്ടാണ് റോബോട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയത്. റിസർച്ചേഴ്സ് ഫെസ്റ്റിൽ സൂപ്പർ സ്റ്റാറായി മാറിയ പോപ്ടോയ് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും പ്രിയപ്പെട്ട താരമായി മാറി. അത്യാധുനിക ഗവേഷക ഉപകരണങ്ങൾ, ഇന്റർഫെറോ പ്രോക്സിമ, രാമൻ റൂം, ഓട്ടോമാറ്റിക് സോളാർ ട്രാക്കർ, ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ടർ തുടങ്ങിയവയും ഒപ്റ്റോ ഇലക്ട്രോണിക്സ് വിഭാഗം പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.